ഞാൻ തീരദേശത്ത് ചെറിയതുറയിലാണ് എൻ്റെ താമസം. എൻ്റെ തറവാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒരു സുപ്രഭാതത്തിൽ തറവാട്ടിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസം കൊണ്ട് മറ്റൊരു കുടുംബത്തിലേക്ക് ചേക്കേറാമെന്ന് വിചാരിച്ചു പോയി. അവിടെ ചേക്കേറി. അപ്പോഴാണ് ആ കുടുംബത്തിന് ക്രിസ്തീയ സമുദായത്തോടും തീരദേശത്തോടുമൊക്കെയുള്ള അവഗണന എന്താണെന്നും അവരുടെ നിഗൂഢമായ മനസ്സെന്താണെന്നും ഹിഡൻ അജണ്ട എന്താണെന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ സമുദായത്തോടും എൻ്റെ സമൂഹത്തോടും തീരദേശത്തോടും ഭാരതീയ ജനതാ പാർട്ടി കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് ആൽബർട്ടിനെ ഞങ്ങൾ നമ്മുടെ KPCC അധ്യക്ഷനായ ശ്രീ MM ഹസൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞാൻ ഫ്രാൻസിസ് ആൽബർട്ടിനെ സ്വീകരിക്കുന്നു. ഫ്രാൻസിസ് ആൽബർട്ടിനെ ഞാൻ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ പഴയ സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. അദ്ദേഹം മത്സ്യത്തൊഴിലാളി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന തീരദേശത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായിട്ടുള്ള പ്രവർത്തകനും നേതാവുമായിരുന്നു. അദ്ദേഹത്തിന് ശ്രീ ശശി തരൂരിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇപ്പോൾ ഏർപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ അർഹമായ അംഗീകാരം നൽകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷെ ഞാനത് പറഞ്ഞിട്ട് ഞാൻ എവിടെ നിങ്ങൾ കാണിച്ചത് ഞാൻ എവിടെ പറഞ്ഞിരിക്കണം? അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരോ അതേപോലെ ചെയ്തത് എവിടെ പറഞ്ഞിരിക്കണം? ഞാൻ പറഞ്ഞു ഇത് കേൾക്കുന്നവർ എല്ലാവരും മൊത്തത്തിൽ കേൾക്കുന്ന ഒരു വാർത്തയാണത്. ഫ്രാൻസിസ് ആൽബർട്ട് കേട്ടിട്ടുണ്ടാവും തീരദേശത്തിൽ. പിന്നെ നിങ്ങളെന്നെ പറഞ്ഞോളൂ എന്താണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്. ഈ വിഷയത്തിൽ എല്ലാവരുടെയും കേട്ടിട്ടുണ്ട്, പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, അതിലൊരു നുണയില്ല. ഞാൻ കേട്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും ആ ആരോപണം എൻ്റെ ഭാഗം വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞു എൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ട്. ആരും എനിക്ക് പൈസ തന്നിട്ടില്ല BJP. അത്ര എനിക്ക് പറയാൻ സാധിക്കും. ആൾക്കാരിങ്ങനെ പറയുന്നതെന്ന് ഞാൻ സമ്മതിച്ചു. ചോദ്യം ഇങ്ങോട്ട് നോക്കണം. നിങ്ങൾ മാധ്യമക്കാർ ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സംശയവും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സംശയമുണ്ട്, അവരുടെ അന്വേഷിച്ചോട്ടെ. ഞാൻ ആരാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ വല്ലവരും അദ്ദേഹത്തിൻ്റെ പേരിലോ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്നും കൂടി എനിക്ക് പറയാൻ തെളിവില്ല. പക്ഷേ ഇങ്ങനെയൊരു സംഭവം തീരദേശത്ത് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്രകാരമുള്ള പ്രവണത തീരദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുറന്നു പറയുകയാണെങ്കിൽ ഇന്നും എന്നെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതിനും കൂടെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ തീരുമാനം ഇപ്പോൾ എടുത്തതും ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ രാജിക്കത്ത് സമർപ്പിച്ചത്. തീർച്ചയായിട്ടും ഓൾറെഡി പരാതി കൊടുക്കുമല്ലോ. അതിന് വേണ്ടപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. സമയവും സന്ദർഭവും അനുസരിച്ച് തീർച്ചയായിട്ടും വേണ്ട നടപടി എടുത്തിരിക്കും. തെളിവുകൾ വരട്ടെ. സംസാരം മാത്രം പോരല്ലോ. അതിനുള്ള തെളിവ് വരുമ്പോൾ കോൺഗ്രസ് തക്കതായ മറുപടിയും ആക്ഷനും എടുത്തിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇന്നും സമീപിക്കുകയും എന്നെ പലരും വിളിക്കുകയും ചെയ്തല്ലോ. അതും പറഞ്ഞു. അതൊക്കെ വരും കാലഘട്ടങ്ങളിൽ സമയമാകുമ്പോൾ നിങ്ങൾ അറിയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം BJP അകത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് പറയാൻ കൂടുതൽ അവകാശമുണ്ട്.